കുടുംബ പ്രശ്നത്തിൽ കേസെടുക്കാത്തതിനാൽ ഭർത്താവ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ചിതറ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം. ചിതറ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസാണ് ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചത്. ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള വസ്തു വിറ്റ 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകിയെന്നാണ് പരാതി. ജീപ്പ് ഭർത്താവ് അടിച്ചു തകർത്തു. ഭാര്യ പണമെടുത്തു കൊണ്ടുപോയി, തന്റെ വസ്തു വിറ്റ 3 ലക്ഷം രൂപ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ജീപ്പ് അടിച്ചു തകർത്തത്. പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തില്ല എന്നും ഇദ്ദേഹത്തിന്റെ ആരോപണമുണ്ട്. ഈ ധർമ്മദാസ് എന്ന ആളാണ് ഇത്തരത്തിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. മോഷണം പോയത് കേസെടുക്കാൻ വന്ന ഞാനാണ്. എസ് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 6:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊല്ലം ചിതറയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചിതറ പുതുശ്ശേരി സ്വദേശിയായ ധർമ്മദാസ് എന്നയാളാണ് അക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാര്യയും ഭർത്താവിനെയും, ധർമ്മദാസിന്റെ ഭാര്യ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് നടത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 6:30 ധർമ്മദാസ് സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനിലെ 2 ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് അക്രമം നടത്തുകയും ചെയ്തു. സ്റ്റേഷനിൽ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് വളരെ പണിപ്പെട്ടാണ് ഇവരെ ഈ ഒരു ധർമ്മദാസിനെ കീഴ്പ്പെടുത്തിയത് പോലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ധർമ്മദാസ് ഉള്ളത്. ധർമ്മദാസ് പറയുന്നത് ഇവരുടെ വസ്തു വിറ്റതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ 3 ലക്ഷം രൂപ കാണാതെയായതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതി പോലീസ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാരോപിച്ച് ആ ഒരു പ്രകോപനത്തെ തുടർന്നായിരുന്നു ധർമ്മദാസ് സ്റ്റേഷനിലെത്തുകയും ഈ അക്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ ധർമ്മദാസിന്റെ ഭാര്യ പറയുന്നത് ഇദ്ദേഹം ദൂർത്തടിച്ച് മദ്യപാനം ഉള്ള ശീലമുള്ള ഒരാളാണെന്നും ഈ പൈസ കൊണ്ടുപോയി ദൂർത്തടിച്ച് നശിപ്പിച്ചു കളയും എന്ന് കരുതി ഈ പോസ്റ്റ് ഓഫീസിൽ ഒരു നിക്ഷേപം ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ മൊഴി നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഈ ധർമ്മദാസ് ചിതറ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.